ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഉണ്ടായിട്ട് പോവാം. അവിടെ അടുത്ത് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. വി പറിച്ച് മിരട്ടാൻ തുടങ്ങി. അതെ, ആൻറ്റീൻ്റെ മകളും മുറിച്ച് വന്നു, ഇപ്പോൾ വിട്ടു. ഓ നിങ്ങളെന്താ വെച്ച് പോയി? ഞാൻ പായ വീ വെച്ച് പോയി. ഞാൻ പായ ആളല്ല, ഇയാളാണ് നിങ്ങൾ ടോർച്ചർ. അങ്ങനെ ആൻറ്റീനെ കുറിച്ച് അങ്കിളിനെ മെറ്റാൻ തുടങ്ങി. നിങ്ങളാണ് എൻ്റെ അച്ഛൻ അമ്മ കൊന്നത്, എനിക്ക് നന്നായിട്ട് അറിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിടില്ല. എന്ത് സംഭവിക്കും എന്നറിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ ലൈഫ് ഫോണിൽ അകത്ത് തന്നെയാണ്. അകത്ത് പറഞ്ഞ അങ്ങനെ വി അവർ 3 പേരെ കൊന്നു കളഞ്ഞു ചെയ്തു. ഇവിടുന്ന് വന്നു അത്രയും കൊണ്ട് അവർ കളഞ്ഞു. അങ്ങനെ ബോഡി ഡിസ്മിസ് ചെയ്തു. അങ്ങനെ കൂളായിട്ട് നടക്കാൻ തുടങ്ങി. ഇത് കണ്ട് മൈക്കിൾക്ക് ഷോക്ക് പോയി. സാറ് ആൾ മാറിപ്പോയല്ലോ. ഭയങ്കര ഫേമസ് ആക്ടറാണ്. അതുകൊണ്ട് വി ചൈൽഡ്സ് മാറിയായിരുന്നു. ചൈൽഡ്സ് വീട്ടിൽ വന്ന ചൈൽഡ്സ് ബോയ് മാറി ക്യൂട്ടായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. വി എന്താ ബേബി? അതൊന്നുമില്ല, നമുക്ക് പുറത്ത് പോകാമോ? വി പറഞ്ഞു. ഓക്കെ ബേബി. അങ്ങനെ 2 പേരും പുറത്ത് കറങ്ങാൻ വന്നായിരുന്നു. അങ്ങനെ വിയും ഇങ്ങനെ പുറത്ത് വന്ന് കറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഭയങ്കര ഫേമസ് ആക്ടറാണ്. അതുകൊണ്ട് വിയും ഇങ്ങനെ ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്ത് നടക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ബീച്ചിലായിരുന്നു. ഇങ്ങനെ ഒരു ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. അങ്ങനെ വി അതിങ്ങനെ ഫോൺ നോക്കും. വിക്ക് ഷോക്ക്. അയ്യോ, ഇവനെന്തിനാ കോൾ ചെയ്യുന്നത്? വീട്ടോട് ചോദിച്ചു. എന്ത് പറ്റി വി? ഒന്നില്ല. അടുത്ത കോൾ വന്നു. ഞാൻ കുറച്ച് സംസാരിച്ച് വരാനും അവിടുന്ന് മാറിപ്പോയി. ഹലോ, എന്താടാ പറ്റി? സാർ, പ്രശ്നമായി. മാം, ഇവിടെ പ്രശ്നമായി. ജാക്ക്, എന്ത് പറ്റിടാ? മാഡം, ഇവിടെ പ്രശ്നമായി മാം. ശരി, വീണ്ടോട് പറഞ്ഞോ? വീണ്ടോട് ഇപ്പോൾ മൈക്കിൾ പറയാം. ജാക്ക്, മൈക്കിൾ വീണ്ടോട് പറയായിരുന്നു. അങ്ങനെ മൈക്കിൾ വി പറഞ്ഞു. 2 പേർ മാഫിയാണ്. ആർക്കും അറിയില്ല, സീക്രട്ട് മാഫിയാണ്. അങ്ങനെ കുറച്ച് പേർക്ക് ഹീറോയിൻ അറിയും, അത്ര ഹീറോയിന് മാത്രം അറിയില്ല. അങ്ങനെ അവർ പിടിച്ച് കുറച്ച് തെറ്റ് ചെയ്തവരെല്ലാം. അങ്ങനെ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് സ്വത്തും പണത്തിന് വേണ്ടി ഹസ്ബൻഡ് അച്ഛനും അമ്മയും ടോർച്ചർ ചെയ്തായിരുന്നു. ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ നോക്കിയായിരുന്നു. അങ്ങനെ കൊണ്ട് വി വന്ന് നോക്കും. വിക്ക് ഷോക്ക്. ആ കുട്ടി വേറെ ആരെയല്ല, വീൻ്റെ ക്ലാസ്മേറ്റാണ് റോസ്. എന്തടി പറ്റി നിനക്ക്? വീനോട് കരഞ്ഞ് പറയുന്നു. എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു മാരേജ് കഴിഞ്ഞപ്പോൾ അവനക്ക് ഓൾറെഡി വേറെ ഗേൾ ഫ്രണ്ടും ഉണ്ടായിരുന്നു. മാരേജ് നടന്നിട്ട അത്. നീ എന്താ ഇവിടെ റോസ്? ഇല്ലടാ, അത് മാരേജ് നടന്നു. അതുമാത്രമല്ലടാ, എൻ്റെ സ്വത്തിന് പണത്തിന് വേണ്ടി മാരേജ് കഴിച്ചു. ഇപ്പം എൻ്റെ പണം സ്വത്ത് വേണം പറഞ്ഞടാ. ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വീടോട് ഇറങ്ങി പറഞ്ഞു. എനിക്കിഷ്ടമില്ലായിരുന്നു. അറേഞ്ച് ഫോഴ്സ് മാരേജ് ആയിരുന്നു. എൻ്റെ അച്ഛനെ ഈ അങ്കിൾ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് മാരേജ് നടന്നത്. അതുകൊണ്ട് വി പറഞ്ഞു. എന്താടി ഈ പറയണേ? നിൻ്റെ അച്ഛനെ ഈ അങ്കിളല്ല രക്ഷിച്ചത്, നീ ലഭിച്ചതില്ല, അവൻ്റെ അച്ഛനാണ്. ഇത് കേട്ടത് അവൾ ഷോക്കായി പോയി. എന്താടാ പറഞ്ഞ? ഞാൻ എൻ്റെ ഡാഡി വന്നത് അങ്കിളോട് പറഞ്ഞു. അങ്കിൾ ഷോക്കായി. ഇപ്പം എന്താ ചെയ്യുക? അങ്ങനെയായിട്ട് റോസ് ഇവനിക്ക് ഡിവോഴ്സ് ചെയ്യും. അങ്ങനെ അവൾക്ക് ഡിവോഴ്സായി. ആ ചെക്കനെ പിടിച്ച് മരട്ടി ഡിവോഴ്സായി. അങ്ങനെ ആ ചെക്കൻ ഇവരോട് സാഡായിട്ടിരുന്നു. വി കോൾ ചെയ്ത് പറഞ്ഞു. അവൻ്റെ ഫ്രണ്ടും ആണായിരുന്നു. എടാ, നീ എവിടെ ഉള്ളത്? ഇല്ലടാ, ഞാൻ ലവ് ഫ്രീ തരാം, നീ ഇങ്ങോട്ട് വാ. അങ്ങനെയായിട്ട് വി വന്ന് റെഡിയായി. നിന്റെ ഗേൾ ഫ്രണ്ട് തിരിച്ച് വേണം, അവൾക്ക് മാരേജ് ആയി, അവൾക്ക് ഇപ്പോൾ തിരിച്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ട് അവനക്ക് അച്ഛനമ്മ ആരുമില്ലായിരുന്നു, അനാഥയായിരുന്നു. അതുകൊണ്ട് ആ പെണ്ണിൻ്റെ റോസിൻ്റെ അച്ഛനമ്മ സമ്മതിച്ചില്ലായിരുന്നു. അങ്ങനെ അവനക്ക് മാരേജ് നടന്നു. അവർക്ക് 2 ഡാൻസ് മച്ചാന്ന് പറഞ്ഞു. റോസ് അങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. റോസ് ഓടി വന്നു, വീട്ടിലൊക്കെ വന്നു. ഒരു കാർ ഏൽപ്പിച്ച് സെക്യൂരിറ്റി. ഞാൻ വീൻ്റെ ഫ്രണ്ടാണ്. വി ഓൾറെഡി പറഞ്ഞായിരുന്നു, എല്ലാവർക്കും സെക്യൂരിറ്റി ഫ്രണ്ട് മാതിരിയാണ് വി സംസാരിക്കുക. ആ പെണ്ണ് കൂൾ ഗേൾസ് ഇറക്കിയെ കണ്ട് ഷോക്കായി. മാഡം, നിങ്ങളാണോ റോസ് മാം? നിങ്ങൾ അകത്ത് പോയിക്കോ. ആ സെക്യൂരിറ്റി ചോദിച്ചു. ഇവരറിയോ? എനിക്കറിയോ. വീനോട് വി പറഞ്ഞ കാര്യം പറഞ്ഞു. അങ്ങനെ റോസ് വന്നിട്ട് വന്ന് ഉണ്ടാക്കിയിട്ട് വന്നു. അങ്ങനെ ഹീറോയി വന്നു, പ്രിയ വന്നത്. എന്ത് പറ്റി റോസ്? അയ്യോ 2 പേർ ഹസ്ബൻഡ് വൈഫാണ് വന്നത്. വി ഓടി വന്നു. എന്ത് പറ്റി റോസ്? ഒരു ഡീറ്റെയിൽസ് നോക്ക്. എന്നടാ വി ഷോക്കായിട്ടു. പ്രിയ ചോദിച്ചു. എന്ത് പറ്റി?
അയ്യോയ്യോ ഇതെൻ്റെ ഫ്രണ്ടാണ് വീനേഷൊക്കെ അതെൻ്റെ ഇവളെൻ്റെ കഥ ഗ്രാമത്തിൽ പഠിക്കാൻ വന്നായിരുന്നു. ഇവളെൻ്റെ ഒരു ഫ്രണ്ടാണ്. എന്ത് ഇവൾക്ക് മാരേജാണ്. അത് അവൾക്ക് ഇഷ്ടമല്ല. അത് അവളെ മാമ്പയ. ഇത് മാത്രമല്ല പിന്നെ ഒരു കാര്യം ഡീറ്റോസ് ഇട്ടു ഇവൾ. അതെ ഇവൻ എല്ലാ ഫ്രണ്ട്സിനെല്ലാം രക്ഷിക്കാൻ അതെ ഗ്രാമത്തിൽ പോയി. അങ്ങനെ വി പോയി അവിടുത്തെ ആ പെണ്ണിനെ രക്ഷിച്ച് അതെ ആ പെൺകുട്ടി രക്ഷിച്ച് കൊണ്ടുവന്നു. അവൾക്കും അച്ഛനമ്മയില്ലായിരുന്നു. ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളത്. മുത്തശ്ശിനോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിക്ക് ഇവർക്ക് മാരേജ് ചെയ്യും. അവിടെ ഒരു മുത്തശ്ശിയും പറഞ്ഞു എനിക്കിവിടെ പറ്റില്ല. ആ മുത്തശ്ശിക്ക് ഒരു മോളുണ്ടായിരുന്നു. അങ്ങനെ ആ ചക്കയുടെ മാരേജ് ആ പെൺകുട്ടിക്ക് അവിടുന്ന് മാരേജ് അവിടുന്ന് മുത്തശ്ശീനെ ഇവിടെ ഗ്രാമത്തിന് ഇവിടെ കൊണ്ടുവന്നു സിറ്റിയിൽ മാരേജ് നടന്നു. അതെ വിയോ എന്ന മാരേജ് കഴിച്ച് കൊടുത്തത്. ആ കുട്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. മൈക്കിൾക്ക് ആ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെട്ടു വരും. അതെ മൈക്കിളാണ് മാരേജ് കഴിച്ചത്. പിന്നെ ഒരു ഗേളാണ് ബിസിനസ് മാൾ. ജാക്കിനെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജാക്ക് ടോർച്ചറൊക്കെ വീനോട് പറയും മച്ചാ സാർ ഇവൾ ഈ മേടക്ക് എന്ത് പറ്റി എൻ്റെ പുറകെ നടക്കാം. വി പറഞ്ഞാൽ നല്ല കുട്ടിയാണ് മാരേജ് കഴിക്കുന്നത് എനിക്ക് കറക്റ്റ് പേരാണ്. അങ്ങനെ ഹീറോയിനെ നോക്കി മാരേജ് കഴിക്കടാ. അങ്ങനെയായിട്ട് മാരേജ് നടന്നായിരുന്നു. രണ്ടുപേർ സിംഗിളായിരുന്നു. അവർക്ക് ഗേൾഫ്രണ്ട് ആ ഗേൾഫ്രണ്ട് ശരിയില്ലായിരുന്നു. അതെ ഒന്നും നടന്നില്ല. ജസ്റ്റ് ഫ്രണ്ട് മാറിയാണ് ഡേറ്റിങ് മാത്രം ചെയ്തായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഹാപ്പിങ് ആയിരുന്നു. മൈക്കിൾ ജാക്ക് പറഞ്ഞു എടാ ജാക്ക് അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് വി പറയാൻ തുടങ്ങി. വി പറഞ്ഞു നല്ല കാര്യമാണ് വി ചെയ്യാൻ നല്ല ആക്ടറായി മാറി. മൈക്കിൾ ജാക്കിനോട് പറഞ്ഞു എന്താടാ നിങ്ങളെന്ത് ചെയ്യുന്നത്? ഒന്നുമില്ലടാ അതൊന്നുമില്ല. ജാക്ക് പറയാം ഇവനൊക്കെ ഒരു മേക്കപ്പ് ചെയ്യുന്ന ആൾ. രണ്ടുപേരെ വൈഫ് പറയാം ഇതും പഠിക്കായിരുന്നു മേക്കപ്പ് അതെല്ലാം പഠിക്കാമായിരുന്നു. അങ്ങനെ മേക്കപ്പ് എല്ലാ കാര്യം പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അത് വീൻ്റെ 2 ഫ്രണ്ട്സ് മാത്രമാണ്. അതെ 2 ബോയ്സ് ഫ്രണ്ട്സ് വന്നു വീക്ക് മേക്കപ്പ് ചെയ്യാൻ എല്ലാ ജോലി ചെയ്ത്. ഇപ്പോൾ ഹാപ്പി എൻഡിങ്. ബൈ ബൈ സീ യു.